ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് 4 മണി ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 4-5 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിതുപോലെ ചെറുതായിട്ട് നല്ല നൈസായിട്ട് കട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ 2-3 പച്ചമുളകാണ് കേട്ടോ. അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കറിവേപ്പില കൂടിയാണ് കേട്ടോ. മല്ലിയില കയ്യിലുണ്ടെങ്കിൽ അതും അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി അതെല്ലാം കൂടി ഒരു പാത്രത്തിലിട്ടിട്ട് അതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കടലമാവും പിന്നെ കുറച്ച് മൈദമാവുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തുണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ ചായക്ക് 4 മണി ചായക്ക് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഉള്ളിവടയാണ് കേട്ടോ. ഉള്ളിവട, പക്കുവട ഒക്കെ പറയും. അപ്പോൾ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കാം. ചായൻ്റെ കൂടെ 4 മണി ചായൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ പൊരിച്ച കടികളുണ്ടെങ്കിൽ ചായ കുടിക്കാൻ നല്ലൊരു മൂഡാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചായക്ക് കടിയായിട്ട് ഉണ്ടാക്കുന്നത് ഉള്ളിവടയാണ്. പിന്നെ ഇനി ചായൻ്റെ പരിപാടിയാണ് കേട്ടോ. ചായ പിന്നെ കുട്ടികളൊന്നും കുടിക്കാത്തതുകൊണ്ട് കുറച്ച് മതി. അപ്പോൾ ഇതാ ചായ ഉണ്ടാക്കുകയാണ്. പാലും വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി തിളക്കുമ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കണം. അതുപോലെ ചായപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ചായ ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ചായ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഓഫാക്കി ഇനി ഒരു അരിപ്പ് വെച്ച് നമുക്കിതൊന്ന് ഒരു കപ്പിലേക്ക് അരിച്ച് മാറ്റാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ആറ്റിയെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള പാൽ ചായയും ഉള്ളിവടയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉള്ളിവട ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കുട്ടികൾ കൊണ്ടുപോയി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഉള്ളിവടേൻ്റെയും ചായേൻ്റെയൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.